ജിൻഡപ്പൻ പോളിയാ. എന്റെ ആഗ്രഹം ഋഷി കപ്പടിക്കണം എന്നാണ്. എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ജാസ്മിനുമായിട്ട് കുറെ ഭയങ്കര ഒരു മൈൻഡ് ഗെയിമർ ആണ് മൊത്തത്തിലൊരു ഇതുണ്ട്. അതിന്റെ രഹസ്യം എന്താണ്? ഞാനോ പുറമെ മൈൻഡ് ഗെയിമർ എന്നൊരു പട്ടം തമ്മിൽ ആണല്ലേ. ഞാൻ മറ്റേ സ്റ്റേഡിയം മ്യൂസിയത്തിൽ ദിലീപേട്ടൻ വന്നിട്ട് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോ ഇത് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയില്ല, അതുപോലെ പറയേണ്ടി വരും. ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ. ഞാൻ കുറെ കഴിഞ്ഞപ്പോഴായിരിക്കും കുറെ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ച് ഒബ്സർവ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, ഞാൻ ചോദിച്ചാറ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടുന്നത്. ദൃശ്യം 1 കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ. അതൊക്കെ നിങ്ങളെല്ലാവരും തന്നതിൽ ഒരുപാട് നന്ദി. വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല. അത് ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കും. ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം അതങ്ങനെയാണോന്ന് പോലും എനിക്കറിയില്ല. അവർ ഫ്രണ്ട്സാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് എന്റെ കമന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ അതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പം ആർക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പുള്ളിക്കാരി അത് തുറന്നു പറഞ്ഞു. ആര്, ഞാനാണോ? എല്ലാവർക്കും അറിയാം ഋഷിക്ക് എന്നായിരിക്കും. ഋഷി ഞാനവിടെ കണ്ടതിൽ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവൻ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ഞാൻ കരുതുന്നില്ല. ജിൻഡപ്പൻ പോളിയാ. അത് ഞാനും പറയാറുണ്ട്. എനിക്ക് ജിൻഡപ്പൻ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും.